ആദ്യ ഏകദിനത്തിൽ സമനിലയായപ്പോൾ ഇന്ത്യൻ ടീമിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. നാളെയാണ് രണ്ടാം ഏകദിനം. അതിനു മുന്നോടിയായിട്ട് ഗൗതം ഗംഭീർ ടീമിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. രോഹിത് ശർമ്മയും ഗംഭീറും കൂടിയാണ് ടീമിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. പുതിയൊരു താരം ഇന്ത്യൻ ടീമിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ഏകദിനത്തെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ കളി സമനിലയായത് ഇന്ത്യക്ക് ക്ഷീണം തന്നെയാണ്. പേരുകേട്ട എല്ലാ സീനിയർ താരങ്ങളും ടീമിലുണ്ടായിരുന്നു. എന്നിട്ടും ഇന്ത്യക്ക് ചെറിയൊരു ടാർഗറ്റ് മറികടക്കാൻ സാധിച്ചില്ല. രോഹിത് ശർമ്മ ഓപ്പണിങ്ങിൽ നല്ലൊരു കൂട്ടുകെട്ട് തന്നതായിരുന്നു. പിന്നീട് ഈസിയായിട്ട് ഇന്ത്യക്ക് ജയിക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ത്യ കളി കൈവിട്ടു. ഇപ്പോഴിതാ രണ്ടാം ഏകദിനത്തിൽ പുതിയൊരു താരം എത്തിയിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, ഋഷഭ് പന്താണ്. KL രാഹുലിനെ ഒഴിവാക്കി പന്ത് നാളത്തെ ടീമിൽ കളിക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. പന്തിന്റെ ആക്രമണ ബാറ്റിംഗ് ഇന്ത്യക്ക് ഗുണകരമായേക്കും. ഇന്ത്യക്ക് ഇപ്പോൾ ബാറ്റിങ്ങിലാണ് പണിയാവുന്നത്. ബൗളിംഗിൽ ഇന്ത്യ നല്ല കളി കാഴ്ചവെക്കുന്നുണ്ട്. ഒന്നെങ്കിൽ ഇന്ത്യ രാഹുലിനെ പുറത്തിരുത്തി ഋഷഭ് പന്തിനെ കളിപ്പിക്കും, അല്ലെങ്കിൽ റിയാൻ പരാഗിനെ ഒഴിവാക്കി പന്ത് ആ സ്ഥാനത്ത് കളിക്കും. രോഹിത് ശർമ്മയും ഗില്ലും തന്നെയായിരിക്കും ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുന്നത്. കോഹ്ലി വൺ ഡൗണിൽ കളിക്കും. നാളത്തെ മാച്ചിൽ കോഹ്ലി ഫോമായാൽ പിന്നെ ഇന്ത്യക്ക് പേടിക്കാനില്ല. ഇന്ത്യയുടെ മിഡിൽ ഓർഡറാണ് ഫ്ലോപ്പ് ആവുന്നത്. അപ്പോൾ നാളത്തെ രണ്ടാം ഏകദിനത്തിൻ്റെ പ്ലേയിങ്ങിൽ നോക്കാം. രോഹിത് ശർമ്മ, ഗില്ല്, കോഹ്ലി, ശ്രേയസ്, രാഹുൽ അല്ലെങ്കിൽ ഋഷഭ് പന്ത്, റിയാൻ പരാഗ്, ദൂബെ, അക്ഷർ പട്ടേൽ, കുൽദീപ്, സിറാജ്, അർഷദീപ് സിംഗ്. ബൗളേഴ്സിനെ കൊണ്ട് ബാറ്റിംഗ് പഠിപ്പിക്കുകയാണ് ഗൗതം ഗംഭീർ. കഴിഞ്ഞ മത്സരത്തിൽ തന്നെ അർഷദീപാണ് ഇന്ത്യയെ തോൽപ്പിച്ചത്. ജസ്റ്റ് ഒരു റൺസ് മാത്രമേ ഇന്ത്യക്ക് എടുക്കാനുണ്ടായിരുന്നുള്ളൂ. അതുപോലും അർഷദീപിനെ കൊണ്ട് സാധിച്ചില്ല. അത്രയ്ക്കും മോശം ബാറ്റിംഗാണ് താരം കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് ബൗളേഴ്സിന് പ്രത്യേക പരിശീലനമാണ് രോഹിത് ശർമ്മയും ഗംഭീറും കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നാളത്തെ രണ്ടാം ഏകദിനത്തിന് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.